ചേർത്തലയിൽ ഒരു മന്തിക്കടയ്ക്ക് ഫോട്ടോയും വെച്ച് ശ്രീകൃഷ്ണൻ്റെ ഫ്രണ്ടിൽ ഒരു കോഴി വെച്ചുകൊണ്ടുള്ള ഒരു മന്തി, അതുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങളൊക്കെ നടക്കുമ്പോൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. അത് മുസ്ലിം ചെയ്താലും ക്രൈസ്തവൻ ചെയ്താലും ഹിന്ദുക്കളിൽപ്പെട്ടവർ തന്നെ ചെയ്താലും ചെയ്തത് തെറ്റ് തന്നെയാണ്. കാരണം ഒരു വിഭാഗം ആളുകൾ അവരുടെ ദൈവമായി കാണുന്ന ഒന്നിനെ അത് വളരെ മോശമായി ചിത്രീകരിക്കുക എന്നുള്ളത് തെറ്റാണ്. പക്ഷേ ഈ തെറ്റ് സംഭവിച്ച് പോലീസ് കേസെടുത്തു. ചില ആളുകളൊക്കെ അവരുടെ നാടുകളിൽ വലിയ പ്രതിഷേധ റാലികളൊക്കെ നടത്തി. ഇതൊക്കെ നടത്തിക്കഴിഞ്ഞു. ഒരു മുസ്ലിം പണ്ഡിതൻ പോലും അല്ലെങ്കിൽ ഒരു മുസ്ലിമും അതിനെ അംഗീകരിക്കുകയോ ന്യായീകരിക്കുകയോ ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയകളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും വലിയ വാഗ്വാദങ്ങളൊക്കെ നടക്കുമ്പോഴും എല്ലാ മുസ്ലിമീങ്ങളും വന്നിട്ട് അതിനെ പരസ്യമായി എതിർക്കുകയും അങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി എന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരു പെരുന്നാൾ ആശംസ ചെയ്തുകൊണ്ട് പുതിയ ഒരു പോസ്റ്റർ വന്നു. എന്താണ് ആ പോസ്റ്ററിലുള്ളത്? അതിലുള്ളത് ഒരു പന്നിയെ ഇങ്ങനെ പൊരിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ തൊപ്പിയിട്ട ഒരാൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഒന്നും കേട്ടുകേൾവിയില്ലാത്ത ഒരു സമ്പ്രദായമാണ്. അതാണിപ്പോൾ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു മാറ്റങ്ങൾ വരണം. പഴയ കാലങ്ങളിൽ ഐക്യത്തോടു കൂടിയും പരസ്പര സ്നേഹത്തോടെയും ഓരോ വിഭാഗത്തിൻ്റെയും മതവിശ്വാസങ്ങൾക്കനുസരിച്ച് അത് ബഹുമാനിച്ച് അവരുടെ മതവിശ്വാസങ്ങൾക്കനുസരിച്ച് കൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ നടത്താനും, മുസ്ലിമീങ്ങൾക്ക് അവരുടെ ആരാധനാ കർമ്മങ്ങൾ സ്വാതന്ത്ര്യത്തോടു കൂടി നടത്താനും, ഹൈന്ദവന് അവൻ്റെത് നടത്താനും, ക്രൈസ്തവന് അവൻ്റെത് നടത്താനും ഒക്കെയുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നു. വളരെ ഭംഗിയായി നമ്മുടെ നാടുകളിൽ അത് നടന്നു വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായി കുറേ ആളുകൾ വർഗീയത നിരന്തരം വിളമ്പുകയും മറ്റുമൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പല പോസ്റ്റുകളുമൊക്കെ കടന്നു വരാൻ തുടങ്ങിയത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ പന്നിയെ ഇങ്ങനെ റെഡിയാക്കി വെക്കുമ്പോൾ അതിലും ഒരു തെറ്റുണ്ട്. അതും ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് ചെയ്തത് ഹൈന്ദവ ആചാരപ്രകാരം ജീവിക്കുന്ന കൃഷ്ണൻ്റെ ഫോട്ടോയുടെ ഫ്രണ്ടിലേക്ക് നോൺ വെജിറ്റേറിയൻ കൊണ്ടുവന്ന് വെച്ചു. അത് ഞങ്ങളെ അപമാനിക്കലാണ്, അവഹേളിക്കലാണ്, ഞങ്ങളെ മോശപ്പെടുത്തലാണ് എന്ന് മനസ്സിലാക്കിയ ഏതോ ഒരു സഹോദരൻ ചെയ്തതാണ്. ആ സഹോദരനോട് പറയാനുള്ളത്, എല്ലാവരും ഹൈന്ദവ മതത്തിൽപ്പെട്ട മുഴുവൻ ആളുകളും അംഗീകരിക്കുന്ന വിശ്വസിക്കുന്ന ഭഗവാൻ ശ്രീ മഹാവിഷ്ണു, ഈ മഹാവിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമാണ് വരാഹം എന്ന് പറയുന്നത്. പന്നി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമെങ്കിലും ഇതിൻ്റെ സംസ്കൃത പദമാണ് വരാഹ എന്ന് പറയുന്നത്. ഇത് വലിയ അവരുടെ ഒരു വിശ്വാസം തന്നെയുണ്ട്. ഹിരണ്യക്ഷൻ എന്ന അസുരൻ ഭൂമിയെ കടലിനടിയിൽ കൊണ്ടു ചെന്ന് ഒളിപ്പിച്ചു വെച്ചപ്പോൾ ആ ഭൂമിയെ കടലിൻ്റെ അടിയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു അവതാരമാണ് വരാഹയുടെ അവതാരം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമാകുന്ന ഈ വരാഹത്തിനെ ഈ ഒരു രൂപത്തിലേക്ക് ഫോട്ടോ ചെയ്ത് അവിടെ കൊണ്ടുവന്ന് വെച്ച് ഒരു പോസ്റ്റർ ഉണ്ടാക്കി മുസ്ലിമീങ്ങളെ അവഹേളിക്കാൻ വേണ്ടിയിട്ടാണ് നടത്തുന്നത് എങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഹൈന്ദവ മതവിശ്വാസ പ്രകാരവും അത് അവഹേളിക്കലാണ്. അത്തരത്തിലുള്ളത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ കാണാറുണ്ട്, പശുവിൻ്റെ ഇറച്ചി കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ പന്നിയുടെ ഇറച്ചി കഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് ഓരോരുത്തരുടെ വിശ്വാസപ്രകാരം അത് തെറ്റാകാം, അല്ലെങ്കിൽ അത് കഴിക്കാൻ അവർക്ക് അർഹത ഉണ്ടാകും. ഇവിടെ പന്നി മാംസം കഴിക്കുന്ന ആളുകളുണ്ട്. ഇവിടുത്തെ മുസ്ലിമീങ്ങൾ അത് കഴിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കൊടി പിടിച്ചുകൊണ്ട് പോകുന്നത് തെറ്റായ ഒരു കാര്യമാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യവുമാണ്. അതുപോലെ തന്നെ മറ്റൊരു മതം വിശ്വസിക്കുന്ന ആരാധനാ കർമ്മങ്ങൾ ചെയ്യരുത്, അത് പാടില്ല എന്ന് പറയാനും അതിൻ്റെ തൊട്ടടുത്ത മതക്കാർക്ക് അവകാശമില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതുമാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്ത് സ്നേഹത്തോടു കൂടിയും ഐക്യത്തോടു കൂടിയും ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി അംഗീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്ത ഈ ഇന്ത്യയിൽ ഓരോരുത്തർക്കും അവനവൻ്റെ മതവിശ്വാസ പ്രകാരം ജീവിക്കാനും അവൻ്റെ മതപ്രബോധനം നടത്താനും ഒക്കെയുള്ള അവകാശങ്ങളുണ്ട്. മതമില്ലാത്തവന് ആ രൂപത്തിൽ ജീവിക്കാനുമുള്ള അവകാശങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ പരസ്പരം വൈരാഗ്യവും വിദ്വേഷവും വർഗീയതയും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, നാട്ടിൽ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള പോസ്റ്ററുകളും വീഡിയോസുകളും ഒക്കെ ഇട്ട് ഈ നാടിനെ മലീമസമാക്കുകയോ സോഷ്യൽ മീഡിയ മലീമസമാക്കുകയും ജനങ്ങളുടെ ഇടയിൽ പരസ്പരമുള്ള സ്നേഹത്തിന് കോട്ടം സംഭവിക്കുന്ന പ്രവർത്തനങ്ങളൊന്നും നമ്മുടെ ആരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യരുത്. നാടിന് നന്മയുണ്ടാകുന്ന, നാടിന് ഉപകാരമുണ്ടാകുന്ന ഏത് കാര്യമാണെങ്കിലും ജാതി മത വർഗ വർണ്ണ വൈജാത്യങ്ങൾ മറന്നുകൊണ്ട് സന്തോഷത്തോടുകൂടി ഒരു മെയ് പോലെ പ്രവർത്തിച്ച് നാടിനെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് പിടിച്ചുയർത്താൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒത്തൊരുമിച്ച് നിന്ന് നടത്തുമ്പോഴാണ് നമ്മുടെ നാട് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിളിക്കപ്പെടുന്ന ആ പേരിന് അർഹതയുള്ളതായി മാറുന്നത്. അല്ലാതെ പരസ്പരം തമ്മിലടിക്കുമ്പോൾ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ കേരളം ഒരു ഭ്രാന്താലയം എന്ന് പറഞ്ഞ ആ ഒരു പട്ടികയിലേക്ക് നമ്മൾ ചുരുങ്ങിപ്പോകും. അങ്ങനെ ചുരുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി നാം ഓരോരുത്തരുമാണ് പരിശ്രമിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു.